പാറശാല ഷാരൂൺ വധക്കേസിൽ വിധി അല്പസമയത്തിനകം നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ച് വിധി പറയുന്നത്. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും അന്തിമവാദം പൂർത്തിയായി. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജി AM ബഷീർ മുൻപാകെ 3 ദിവസം നടന്ന വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് കേസ് വിധി പറയാൻ മാറ്റിയത്. ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്കെതിരെയുള്ള കൊലപാതക കുറ്റവും ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനും അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്കുമെതിരെ തെളിവ് നശിപ്പിച്ച കുറ്റങ്ങളും തെളിഞ്ഞതായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ വാദിച്ചു. രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, പാറശാല ഷാരൂൺ വധക്കേസിൽ വിധി അല്പസമയത്തിനകമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കോടതി നടപടികൾ ആരംഭിച്ചുവോ? വിവരങ്ങൾ? ഇപ്പോൾ അല്പസമയം മുൻപാണ് ഈ കേസിലെ പ്രോസിക്യൂട്ടർ ഉൾപ്പെടെയുള്ളവർ ഈ കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനിപ്പോഴുള്ളത് നെയ്യാറ്റിൻകര കോടതിക്ക് മുൻപിലാണ്. അതോടൊപ്പം തന്നെ പ്രതിയായ ഗ്രീഷ്മയും അല്പസമയം മുൻപ് എത്തിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു വലിയ വിവാദമായിട്ടുള്ള ഈ ഒരു ഷാരൂൺ വധക്കേസിൽ അല്പസമയത്തിനകം തന്നെ വിധി ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. നേരത്തെ ഷാരൂണിന്റെ കുടുംബം ജനം ടിവിയുമായി പ്രതികരിച്ചിരുന്നു. അവർ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ കൃത്യമായി തന്നെ ശിക്ഷ ലഭിക്കും ഈ 3 പ്രതികൾക്കും, ഗ്രീഷ്മയ്ക്കും ഒപ്പമുള്ള പ്രതികൾക്കും കൃത്യമായി തന്നെ ശിക്ഷ ലഭിക്കും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് അച്ഛനും അമ്മയും പറഞ്ഞത്. ഇതിൽ ശിക്ഷയിൽ എന്തെങ്കിലും തരത്തിലൊരു കുറവ് സംഭവിക്കുകയാണെങ്കിൽ പിന്നീട് അവർ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുകൂടി പറയുന്നു. അച്ഛനും അമ്മയ്ക്കും ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ, അതായത് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ, ഷാരൂണിന്റെ മരണത്തിന് പിന്നാലെ അച്ഛന് സ്ട്രോക്ക് ഉൾപ്പെടെ വന്നതുകൊണ്ട് തന്നെ കുടുംബം കോടതിയിലേക്ക് എത്തിയിട്ടില്ല. സഹോദരനാണ് ഇപ്പോൾ കോടതിയിൽ ഉള്ളത് എന്നുള്ളതാണ്. സഹോദരനാണ് ഈ കേസിലെ ഒന്നാമത്തെ സാക്ഷി. കാരണം നമുക്കറിയാം ഈ ഒരു കഷായം കുടിച്ചതിന് ശേഷം ഈ ഒന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഷാരൂണാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം സംശയം പ്രകടിപ്പിക്കുന്നത് ഈ ആരോഗ്യ രംഗത്തുൾപ്പെടെ, അതായത് ആയുർവേദത്തിൽ ഉൾപ്പെടെ പരിചയമുള്ള ഈ ഒരു സഹോദരനാണ്. അതായത് ഇയാൾ ചില സംശയം ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് ഈ വിഷം ഉള്ളിൽ ചെന്ന്, അതായത് ഒരു കഷായം കുടിച്ചത് കൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള അസ്വസ്ഥതകളൊന്നും തന്നെ പ്രകടമാകില്ല എന്നുള്ളത് വ്യക്തമാക്കിയിരുന്നു. അതിനെ തുടർന്ന് പിന്നീട് ഒരു സംശയം തോന്നിയപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് ഏത് കഷായമാണ്, പിന്നീട് ഷാരൂണിനോടൊപ്പം ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയ കൂട്ടുകാരനോട് ഉൾപ്പെടെ സംസാരിക്കുന്നു. അപ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട് ഇത്തരത്തിൽ കഷായം കുടിച്ചതിനു ശേഷം ഛർദ്ദിച്ചാണ് പുറത്തേക്ക് ഷാരൂൺ ഇറങ്ങി വന്നത് എന്നതുൾപ്പെടെ. ഇതാണ് ഇതിൽ ഒരു ഷാരൂണിനോടൊപ്പം വീട്ടിലെത്തിയ സുഹൃത്താണ് കേസിലെ രണ്ടാമത്തെ സാക്ഷി. ഏതായാലും കൃത്യമായി പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ വലിയ രീതിയിലൊരു പ്രതീക്ഷ ഉണ്ട്. അർഹമായിട്ടുള്ള ശിക്ഷ തന്നെ ലഭിക്കും എന്നുള്ളത്. ഈ 2022 ഒക്ടോബർ 25-നാണ് ഷാരൂൺ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നത്. സുഹൃത്തായ ഗ്രീഷ്മ വീട്ടിൽ നിന്ന് നൽകിയ കഷായം അത് കഴിച്ചതായിരുന്നു മരണകാരണം എന്നുള്ള ആരോപണം. പിന്നീട് അസ്വാഭാവിക മരണത്തിന് പാറശാല പോലീസ് കേസെടുക്കുന്ന സാഹചര്യം. ഏതായാലും ഇപ്പോൾ ഇനി അല്പസമയത്തിനകം തന്നെ വിധി ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പ്രോസിക്യൂട്ടറും അതോടൊപ്പം തന്നെ ഗ്രീഷ്മ അടക്കമുള്ളവർ കോടതിയിൽ എത്തിയിട്ടുണ്ട്. രോഹിണി. രശ്മി, വിധി കേൾക്കുന്നതായി ഷാരൂണിന്റെ കുടുംബവും കോടതി പരിസരത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണോ അറിയാൻ കഴിയുന്നത്? കാരണം ഏവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിധിയാണ്. അതോടൊപ്പം പബ്ലിക് പ്രോസിക്യൂട്ടർ വിശദമാക്കുന്ന കാര്യങ്ങൾ എപ്രകാരമാണ്? പ്രധാനമായും ഈ തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ അമ്മാവനെതിരെ തെളിഞ്ഞിരുന്നു എന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ പറയുന്നത്. അതുമായി ലഭ്യമാകുന്ന വിവരങ്ങൾ കൂടി. കുടുംബം, രോഹിണി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടില്ല. അച്ഛനും അമ്മയും അടക്കമുള്ളവർ വീട്ടിൽ തന്നെ തുടരുകയാണ്. ഈ ഷാരൂണിന്റെ മരണത്തിന് ശേഷം അച്ഛന് സ്ട്രോക്ക് ഉൾപ്പെടെ സംഭവിച്ചിരുന്നു. അതുകൊണ്ട് ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നതിനും മറ്റും ഷാരൂണിന്റെ പിതാവിന് ചില ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് അവർ വീട്ടിൽ തുടരുന്നത്. അമ്മയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ വളരെ മാനസികമായി തകർന്ന ഒരു സാഹചര്യത്തിലാണ്. കാരണം പ്രതികരിക്കുമ്പോൾ പോലും വലിയ രീതിയിൽ അവർ വിതുമ്പുന്നുണ്ട്. കാരണം ഇവിടേക്ക് വന്ന് തൻ്റെ മകൻ്റെ കൊലയാളിയെ നേരിട്ട് കാണാൻ ഉള്ള ഒരു ശക്തിയില്ല എന്നുള്ളതായിരുന്നു ഈ ഷാരൂണിന്റെ അമ്മ രാവിലെ പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു കോടതിയിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളത് അവർ അറിയിച്ചിട്ടുണ്ട്. വീട്ടിൽ തന്നെ തുടരുകയാണ്. പിന്നീട് ഷാരൂൺ, അതായത് കേസിലെ ഒന്നാമത്തെ സാക്ഷിയായ ഷാരൂണിന്റെ സഹോദരനാണ് കോടതിയിൽ എത്തിയിരിക്കുന്നത്. ആ ഒരു സഹോദരന്റെ സംശയം തന്നെയാണ് കേസിൽ ഏറ്റവും കൂടുതൽ വഴിത്തിരിവായത്. കാരണം ആയുർവേദ രംഗത്ത് ചില പരിചയമുള്ള ആളാണ് ഈ ഒരു ഷാരൂണിന്റെ സഹോദരൻ. അപ്പോൾ ഈ കഷായം കുടിച്ചു എന്നുള്ളതാണ് ഷാരൂൺ പറഞ്ഞത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംശയം, ഒരു കഷായം കഴിച്ചാൽ ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഏതാണ്ട് നാവ് മുതൽ ജനനേന്ദ്രിയം വരെ കൃത്യമായി രീതിയിൽ പൊള്ളിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു കഷായം കഴിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഡോക്ടർമാരുമായി കൂടുതൽ കൂടിയാലോചനകൾ നടത്തുകയും അതോടൊപ്പം തന്നെ ഷാരൂണിനോടൊപ്പം ഗ്രീഷ്മയുടെ വീട്ടിലെത്തിയ സുഹൃത്തിനോട് സംസാരിക്കുന്നു. അപ്പോൾ ഈ ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഷാരൂണ് തുടർച്ചയായി ഛർദ്ദിച്ചിരുന്ന കാര്യമൊക്കെ തന്നെ ഈ കൂട്ടുകാരൻ പറയുന്നുണ്ട്. ഈ കൂട്ടുകാരൻ
ഷാരോണാണ് കേസിലെ രണ്ടാമത്തെ സാക്ഷി. ഒപ്പം തന്നെ മരണമൊഴി എന്ന് പറയുന്നത് ഒരിക്കലും ഷാരോൺ മരണപ്പെടുന്ന ആ ഒരു സമയത്ത് ഗ്രീഷ്മയുടെ പേര് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ചില കാര്യങ്ങൾ, അതായത് ഈ മരിക്കുന്നതിനൊരു 40-42 മണിക്കൂർ മുൻപ് തന്നെ ഷാരോണിന്റെ അച്ഛനോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഗ്രീഷ്മയുടെ വീട്ടിലെത്തുകയും ഒരു കഷായം കുടിച്ചു എന്നുള്ളൊരു കാര്യം ഷാരോൺ അച്ഛനോട് പറയുന്നുണ്ട്. ഇതാണ് മരണമൊഴിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ മരണമൊഴിയായി കൊടുത്തിരിക്കുന്നതും ഈ ഒരു കാര്യം തന്നെയാണ്. ഏതായാലും വളരെ ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുകയാണ്. വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. ഇത്തരത്തിലൊരു പ്രണയം, ആ ഒരു പ്രണയ ചതിയിൽ ഒരു 23-കാരൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു. അതും മരിക്കുന്ന സമയത്ത് പോലും ഗ്രീഷ്മയുടെ പേര് പറയുന്നില്ല. ഈ പ്രതിഭാഗം പ്രധാനമായും പറയുന്ന ഒരു കാര്യമുണ്ട്. ഗ്രീഷ്മ ഈ കഷായം കലക്കി നൽകി എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല, നിർബന്ധിപ്പിച്ചു കൊടുത്തു എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല എന്നുള്ളതാണ്. ഈ കഷായം കുടിച്ചു എന്നുള്ളത് ഗ്രീഷ്മ പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഇതിൽ കൂടുതലായി നടത്തിയ അന്വേഷണത്തിലാണ് ഇതിൽ ഈ പോയിസൺ കലർന്നിട്ടുണ്ട് എന്നുള്ളതും തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമമൊക്കെ ഇതിന്റെ ഭാഗമായി നടത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇതിൽ കൃത്യമായി ശിക്ഷ പ്രതികൾക്ക് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഈ കുടുംബം പറയുന്നൊരു കാര്യം. ഇനി അല്പസമയം കൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നെയ്യാറ്റിൻകര കോടതിയിലാണുള്ളത്. ഇപ്പോൾ ഇവിടെ എല്ലാവരും, അതായത് പ്രതിയായ ഗ്രീഷ്മയും പ്രോസിക്യൂഷനും ഒക്കെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കേസിൽ വിധിയുണ്ടാകും. ശരി രശ്മി. പാറശാല ഷാരോൺ വധക്കേസിൽ വിധി അല്പസമയത്തിനകം. വളരെ പെട്ടെന്ന് തന്നെ ഈ വാർത്തയുടെ തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. കോടതി നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് ഇനി നിമിഷങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. രശ്മി കാർത്തികയാണ് അവിടെ നിന്നും തത്സമയ വിവരങ്ങൾ നൽകിയത്.